വളരെ ലോലമായ ഒരു യുദ്ധവിരാമമാണിത്. ഇതുകൊണ്ട് നമ്മുടെ സംഘർഷങ്ങളോ പ്രതിഷേധങ്ങളോ അവസാനിക്കുന്നില്ല, അവ തുടരണം എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഖത്തർ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഇത്തരമൊരു ഒന്നാം ഘട്ട യുദ്ധവിരാമം നടപ്പിൽ വരുന്നത്. ഇതിൻ്റെ മറ്റൊരു കാര്യം, ഇതുവരെ തടഞ്ഞു നിർത്തിയ പുറത്തു നിന്ന് വരുന്ന സഹായങ്ങൾ പാലസ്തീനിലേക്ക് പതുക്കെ എത്താൻ തുടങ്ങുമെന്നുള്ളതാണ്. ഈ യുദ്ധവിരാമത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വളരെ ലോലമായ ഒരു യുദ്ധവിരാമമാണ്. കാര്യങ്ങൾ അവസാനിക്കുന്നില്ല, നമ്മുടെ പ്രതിഷേധങ്ങൾ തുടരണം. 1800-ലധികം കുട്ടികൾ, 60,000-ലധികം പ്രായപൂർത്തി വന്നവരും കുട്ടികളും എല്ലാവരും കൂടി റോഡുകൾ, കെട്ടിടങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ ഇവയെല്ലാം തകർത്തതിന് ശേഷമാണ് ഒരു ഔദാര്യമെന്ന നിലയിൽ യുദ്ധവിരാമം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് നമ്മുടെ മാനവരാശി എന്നുള്ള വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. മാനവരാശിയുടെ ഈ കാലഘട്ടത്തിലെ ഒരു ധാർമ്മിക പരാജയമാണ്. ഇതൊരു ശരിക്കും ധാർമ്മികതയുടെ പ്രശ്നമാണ്. നമ്മൾ പരാജയപ്പെട്ടു. ഇത്രയും വലിയ ഒരു കൊടും കുരുതി പാലസ്തീനിൽ നടക്കുമ്പോൾ അതിനെതിരായി ലോകത്തിൻ്റെ ഒരു ഭാഗത്തു പോലും ഒരു രീതിയിലുള്ള സഹായഹസ്തവും എത്തിയില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള മാനവ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം തന്നെയാണ്. അപ്പോൾ ഈ യുദ്ധവിരാമം ഒരു തന്ത്രപരമായ യുദ്ധവിരാമമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പടക്കോപ്പുകൾ കൂട്ടാൻ, വീണ്ടും ശക്തി ആർജിക്കാൻ ബെർലിൻ, പാരീസ്, റോം തുടങ്ങി ലാറ്റിൻ അമേരിക്കയിലെ ചെറിയ നഗരങ്ങളിൽ വരെ ഉയരുന്ന ഇസ്രയേലിനെതിരായിട്ടുള്ള പ്രതിഷേധ ജ്വാല പതുക്കെ ഒന്ന് കെടുത്താനുള്ള തന്ത്രമാണോ ഈ യുദ്ധവിരാമം? ഇതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. 1948 തുടങ്ങിയ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ശാശ്വതമായിട്ടുള്ള ഒരു യുദ്ധവിരാമം ഗസയിൽ നിലവിൽ ഒരിക്കലും വന്നിട്ടില്ല എന്നാണ്. ഇത് നമ്മുടെ മാനവരാശിയുടെ, നമ്മുടെ എല്ലാവരുടെയും ദൃഷ്ടികേന്ദ്രം ഗസയിലായിരിക്കണം. ഈ യുദ്ധവിരാമം നിലനിൽക്കുമോ, അത് തുടരുമോ, അത് സത്യമായിട്ടാണോ നടപ്പിലാക്കുന്നത് എന്ന കാര്യം നോക്കേണ്ടതുണ്ട്. ഇത് ധാർമ്മിക പരാജയത്തിനോടൊപ്പം യുദ്ധവിരാമത്തോട് കാര്യങ്ങളെല്ലാം അവസാനിക്കുന്നുവോ? ഇത്ര അധികം കുട്ടികളുടെ ജീവൻ ആരുത്തരം പറയും? തകർക്കപ്പെട്ട റോഡുകൾക്ക്, ആശുപത്രികൾക്ക്, പത്രപ്രവർത്തകർക്ക്, ലോകത്തിൻ്റെ മുമ്പിൽ അവിടെ നടക്കുന്ന സത്യം വിളിച്ചു പറയേണ്ട മാധ്യമപ്രവർത്തകരെ കൊന്നൊടുക്കിയതിന്, ഇത്രയും വലിയ വംശഹത്യയ്ക്ക് ആരുത്തരവാദിത്വം ഏറ്റെടുക്കും? ആരെ ഉത്തരവാദിയാക്കും? ഹേഗിലെ ഇൻ്റർനാഷണൽ കോടതി കുറ്റവാളി എന്ന് വിളിച്ച നെതന്യാഹുവിന് ഈ യുദ്ധവിരാമം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ? അഥവാ രക്ഷപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക്. അതിനെതിരായിട്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും തുടരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പാലസ്തീൻ ആവശ്യപ്പെടുന്നത് സഹായങ്ങൾ ഉടനെ എത്തിക്കുക എന്നാണ്. ആശുപത്രികൾ തുറക്കുക, മാധ്യമങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുക. സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തീഡ്
നിർത്തലാക്കി നെൽസൺ മണ്ടേല ഭരണത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തൊരു കാര്യം അവിടെ ഒരു സത്യാന്വേഷണ കമ്മീഷൻ, ഒരു ട്രൂത്ത് കമ്മീഷൻ നിയമിച്ചു എന്നാണ്. ഇത്തരത്തിൽ ഗാസയിൽ എന്താണ് നടന്നതെന്ന് പോലും പുറം ലോകത്തിന് അറിയാത്ത രീതിയിൽ അവിടെ വളഞ്ഞിട്ട് നടത്തിയ അണ്ടർ സീജായിരുന്നു ഗാസ. വളഞ്ഞിട്ട് നടത്തിയ കുറ്റകൃത്യങ്ങൾ ഓരോന്നായി ലോകത്തിന് മുമ്പിൽ വരികയും വേണം. അതിൻ്റെ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടുകയും വേണം. പിന്നെ